വിളിക്കുന്നതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അബ്സല്യൂട്ട്ലി എന്താ അതിന് മലയാളം വാക്ക് പറയാ, അബ്സല്യൂട്ട്ലി അൺവാണ്ടഡ് കമന്റ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന, ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിലിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും ചെയ്യാൻ പാടില്ലാത്ത, ഉച്ചരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പരാമർശങ്ങളാണ് ഇതൊക്കെ. ഒരു പ്രദേശം തീർച്ചയായിട്ടും അയാൾ ഈരാറ്റുപേട്ടക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് പിന്നെ അയാൾ MSMന്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെന്താ അയാളുടെ പേര് മുസ്ലിം നാമധാരിയാണ്. ഇത് മൂന്നും കൂടെ കൂടിയപ്പോഴത്തേക്കും അയാളെ തീവ്രവാദി. അതിന് ഭാഷാ പണ്ഡിതന്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യം വർദ്ധിച്ചു. പിറ്റേ ദിവസം അതിന് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്ത കേട്ടില്ലേ? തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം തീവ്രമായിട്ട് പറയുന്നവെന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ, അല്ലാതെ ഞാൻ അയാളെ പറ്റി ദുഷിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ബുദ്ധി കൂടുതൽ വർദ്ധിച്ച് ഒരു വ്യാഖ്യാനം, ഒരു ഭാഷാ പണ്ഡിതന്റെ സാമർഥ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം ഒരു പുതിയ വ്യാഖ്യാനം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. ഇതൊക്കെ സ്വയം പരിഹാസ്യമായാൽ ഈ ലെവലിലേക്കെങ്കിലും പോകാതിരിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് പറയാം. അങ്ങ് മുസ്ലിം ലീഗിനെയൊക്കെ തന്നെയാണ് അദ്ദേഹം തുടർച്ചയായിട്ട് കടന്നാക്രമിക്കുന്നത്. അങ്ങ് മുസ്ലിം ലീഗിന്റെ CH പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെ, ആർ ശങ്കർ ഉൾപ്പെടെ മന്ത്രിയായിരുന്ന സമയത്ത് സഹായിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഓർമ്മപ്പെടുത്തൽ നടത്തിയത്. തീർച്ചയായിട്ടും അതെ. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ എല്ലാ വ്യവസായ വളർച്ചയുടെയും അടിസ്ഥാന കാരണം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ബാർ വ്യവസായം, ഈ ബാർ വ്യവസായത്തിന് കിട്ടിയ മുഴുവൻ പണവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിന്നും തട്ടിയെടുത്തതാണ്. അതായത് SN കോളേജുകളുടെ നിയമനങ്ങളിൽ നിന്നും തട്ടിയെടുത്തതാണ്. ഈ SN കോളേജുകളെല്ലാം ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുന്നത് ആർ ശങ്കറാണ്. ഈ ആർ ശങ്കറെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് സഹായിച്ചില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ആർ ശങ്കർ നിയമസഭ വരത്തില്ല, വിദ്യാഭ്യാസ മന്ത്രിയാവത്തില്ല, മുഖ്യമന്ത്രിയാവത്തില്ല. അന്ന് ആർ ശങ്കർ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഈഴവ സമുദായത്തിന് 4 കോളേജ് പോലും കിട്ടത്തില്ല. അപ്പോൾ ഈ ഈഴവ സമുദായത്തിന് ഇത്രമാത്രം വളർച്ചയ്ക്ക് അടിസ്ഥാന കാരണത്തിന്റെ ഒരു കാരണക്കാർ മുസ്ലിം ലീഗ് ആണെന്ന് ഞങ്ങൾക്ക് സംശയരഹിതമായി പറയാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഈ പിന്നോക്ക ദളിത് മൂവ്മെന്റ് കേരളത്തിൽ ഉടലെടുക്കണം, ഇന്ത്യയിൽ ഉടലെടുക്കണമെന്ന് ആവശ്യമുള്ളപ്പെട്ടവരാണ് ഞങ്ങൾ.